കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലാണ് SDPIയും LDFും പരസ്പരം സഹകരിച്ചുകൊണ്ട് മത്സരിച്ചത്. SDPIക്ക് 2 സീറ്റും LDFിന്റെ 2 സീറ്റും ആണ് പഞ്ചായത്തിൽ ലഭിച്ചത്. പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ ഏത് സഖ്യവും ഉണ്ടാക്കും എന്നാണ് അസീസ് കടപ്പുറം INLന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കുന്നത്. LDFിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ SDPIയുടെയും LDFിന്റെയും സ്ഥാനാർത്ഥികൾ വിജയിച്ച സ്ഥാനാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങിലായിരുന്നു ഇത്തരം ഒരു പ്രസംഗം നടത്തിയത്. താൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്, അതോടൊപ്പം LDFിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ആ ഉത്തരവാദിത്തോടു കൂടി തന്നെ പറയുന്നു ഈ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൽ ലീഗിനെ പരാജയപ്പെടുത്താൻ ഏത് മുന്നണിയുമായി സഹകരിക്കും, ഏത് പാർട്ടിയെയും ഒന്നിച്ചു കൂട്ടും എന്ന രൂപത്തിലുള്ള പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത്. SDPIയുമായി നേരത്തെ SDPI LDF മത്സരിക്കുന്ന വാർഡിൽ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരുന്നു. നേരെ തിരിച്ചും SDPI മത്സരിക്കുന്ന വാർഡിൽ LDFും പ്രചാരണ രംഗത്തുണ്ടായിരുന്നില്ല. അങ്ങനെ പരസ്പരം സഹകരിച്ചുകൊണ്ടായിരുന്നു പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് വലിയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണ് കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. അതിനെന്ത് വഴിയും സ്വീകരിക്കും എന്നതായിരുന്നു ഈ അസീസ് കടപ്പുറം INLന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗം. മൊഗ്രാൽ പുത്തൂരിലാണ് ഇത്തരം ഒരു പരിപാടി കഴിഞ്ഞ ദിവസം നടന്നത്. അവിടെ SDPI വിജയിച്ച വാർഡ് അംഗവും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ പരാജയപ്പെടുത്തി LDF വിജയിച്ച അംഗവും അവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ വനിതാ സ്ഥാനാർത്ഥി SDPIയുടേതാണ്. അതോടൊപ്പം തന്നെ INL വിജയിച്ചത് അസീസ് കടപ്പുറത്തിന്റെ തന്നെ സഹോദരനാണ്. ഇവർക്ക് നൽകിയ സ്വീകരണ യോഗത്തിലാണ് ഇത്തരത്തിലൊരു പ്രസംഗം INLന്റെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചത്. താൻ LDFിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ആ ഉത്തരവാദിത്തോടുകൂടി തന്നെ പറയുന്നു ഈ മുന്നണിയെ മൊഗ്രാൽ പുത്തൂരിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ SDPI അടക്കമുള്ള സംഘടനകളെ കൂട്ടുപിടിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് നേരത്തെ പാർട്ടിയുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി കാസർഗോഡ് വന്നപ്പോൾ പത്രപ്രവർത്തകർ ഈ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൽ SDPIയുമായി ബന്ധപ്പെട്ട ഒരു സഹകരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു തരത്തിലും മൊഗ്രാൽ പുത്തൂർ എന്ന സ്ഥലത്ത് മാത്രമല്ല ഒരു സ്ഥലത്തും LDFും ആരുമായും സഹകരിക്കുന്നില്ല എന്ന് MP ഗോവിന്ദ മാഷ് അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു. എന്നാൽ പരസ്യമായി LDFും SDPIയും സഹകരിച്ച് മത്സരിച്ച പഞ്ചായത്താണ് കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത്. അവിടെ ജയിച്ച SDPI അംഗത്തെയും അതോടൊപ്പം തന്നെ LDFിന്റെ അംഗത്തെയും ഒരുമിച്ചിരുത്തി നടത്തിയ ഒരു സ്വീകരണ യോഗത്തിലാണ് INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം ഇത്തരമൊരു പ്രസംഗം നടത്തിയത്. വലിയ വിവാദം ആവുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം. BJP ഉൾപ്പെടെയുള്ള സംഘടനകളുമായും രഹസ്യധാരണയുണ്ടാക്കിയിട്ടുണ്ട് എന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചിരുന്നു. BJP അടക്കമുള്ള സംഘടനകളുമായി സഹകരിച്ച് മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താനുള്ള ഒരു രീതിയാണ് INL അടക്കമുള്ള സംഘടനകൾ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൽ സ്വീകരിച്ചത് എന്ന് തുടക്കം മുതൽ തന്നെ മുസ്ലിം ലീഗ് ആരോപിച്ചിരുന്നു, UDF ആരോപിച്ചിരുന്നു. അതിന്റെ ഏറ്റവും പരസ്യമായ ഒരു യോഗമാണ് കഴിഞ്ഞ ദിവസം നടന്ന. അതിൽ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അസീസ് കടപ്പുറം അതിൽ കൃത്യമായി പറയുന്നുണ്ട് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ ആധിപത്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആരുമായി കൂട്ടുകൂടുകയും മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം സൂചിപ്പിക്കുന്നത് താൻ